وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين صدق الله العظيم. നവോത്ഥാനം പ്രവാചക മാതൃക കേരളം താനാളൂർ മണ്ഡലം മുജാഹിദ് സമ്മേളനത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ വനിതാ സമ്മേളനം തുടങ്ങുന്നു. സ്വാഗത ഭാഷണം നിർവഹിക്കുന്നതിനായി ഡോക്ടർ പി സാജിദ റാഫിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബി അജ്മഈൻ. വേദിയിലിരിക്കുന്ന ആദരണീയായിട്ടുള്ള MGMന്റെ സംസ്ഥാന പ്രസിഡന്റ് സുഹറ മമ്പാട്, ഈ പരിപാടിയിലെ അധ്യക്ഷ സഫിയാത്ത, അതുപോലെ വേദിയിരിക്കുന്ന മറ്റു പ്രസിഡിയം അംഗങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. നവോത്ഥാനം പ്രവാചക മാതൃക എന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു സമ്മേളനത്തിലാണ് നാം ഇപ്പോൾ രാവിലെ മുതൽ ഇതുവരെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള സംസാര വിഷയങ്ങളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു പരിപാടിയിലേക്ക് തങ്ങളുടെ പ്രയാസങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, മറ്റു പ്രശ്നങ്ങളെല്ലാം നീക്കിവെച്ചുകൊണ്ട് ഈ ഒരു ദിവസത്തേക്ക് തങ്ങളുടെ പരിപാടിയാണ് എന്ന് വെച്ചുകൊണ്ട് വന്ന കുടുംബസമേതം വന്നിട്ടുള്ള എല്ലാവർക്കും ഇതൊരു സോലിയായ അമലാക്കി തരട്ടെ. അള്ളാഹു അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് തരട്ടെ. ആമീൻ. എന്താണ് നവോത്ഥാനം? നവോത്ഥാനം എന്നതുകൊണ്ട് നമ്മുടെ പ്രധാനമായിട്ടും ഒരുപാട് ചർച്ചകളിലൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു കാലമാണ്. കാരണം പ്രധാനമായും ഇസ്ലാമിക നവോത്ഥാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അള്ളാഹുവും നമ്മുടെ അടിമകളും തമ്മിലുള്ള ഒരു ബന്ധത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, സമുദായത്തില്, മതത്തില്, അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളും നീറിക്കൊണ്ടു പോകുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഈ നവോത്ഥാനം എന്ന പ്രസ്ഥാനം ഉടലെടുത്തിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ ഒരു കാലത്ത് 2002 ഡിസംബർ മാസത്തിൽ ഒരു മുജാഹിദ് സമ്മേളനം നടന്നപ്പോൾ അതിലുള്ള ഒരു സുവനീറിൽ അബ്ദുറഹിമാൻ ഇരുവേട്ടി നമ്മുടെ അന്നത്തെ നവോത്ഥാനം വരുന്നതിന് മുൻപുള്ള സമുദായത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരുടെ വേഷങ്ങളെ കുറിച്ചിട്ട്, ഒരു പുരുഷൻ എന്ന് പറയുമ്പോൾ ഒരു കള്ളിത്തുണിയും ഒരു ബെൽറ്റും ഇട്ടുകൊണ്ടുള്ള ഒരു പുരുഷനും ഒരു കാച്ചി തുണി എടുത്തുള്ളൊരു പെൺകുട്ടിയുമായി കൊണ്ടാണ് ഒരു സ്ത്രീയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അവർ തമ്മിൽ എന്നും പ്രശ്നങ്ങൾ, പ്രതാപത്തിന്റെ പേരിൽ തമ്മിൽ കലഹങ്ങൾ, ഖബർസ്ഥാനങ്ങളിൽ പോലും വ്യത്യസ്ത തരത്തിലുള്ള വേർതിരിവ്, അതുപോലെ തന്നെ മന്ത്രം ജപിച്ചുകൊണ്ടും ഏലസും എല്ലാം കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ പ്രവാചകൻ നമ്മുടെ ജാഹിലിയ കാലഘട്ടത്തിലും ഇതേ അവസ്ഥകൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നുള്ളതാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ പെൺകുട്ടികളുടെ അവസ്ഥ എങ്ങനെയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരു കാലമായിരുന്നു. എന്നിരുന്നാലും നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നവോത്ഥാന പ്രവർത്തനത്തിലൂടെയാണ് പിന്നീട് നമ്മുടെ ഈ ഒരു തുടർച്ച ഉണ്ടായിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് നവോത്ഥാന ആശയങ്ങൾ പല ആളുകളിലൂടെ വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യതിരിക്തനാണ് നമ്മുടെ പ്രവാചകൻ എന്നാണ് പറയുന്നത്. പ്രശസ്ത റഷ്യൻ സാഹിത്യകാരനായിട്ടുള്ള ലിയോ ടോൾസ്റ്റോയ് പറഞ്ഞിട്ടുള്ളത്, സത്യത്തിന്റെ ബോധോദയത്തിലൂടെ നയിച്ച ഒരു രാജ്യത്തെ, സത്യത്തിന്റെ ബോധോദയത്തിലൂടെ നയിച്ച
ശാന്തിയുടെ സമാധാനത്തിലെയും എന്നിവയിലേക്ക് എത്തിച്ച രക്തച്ചൊരിച്ചിലും നരബലിയും ഇല്ലാതാക്കിയ അതീവ കാരുണ്യവാനായ ഒരാൾക്ക് മാത്രമേ അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് മുഹമ്മദ് നബി. അവർക്ക് മാത്രമേ ബഹുമാനത്തിനും ആദരവിനും പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞുള്ളത്. അത്രമാത്രം ഏതൊരു സമൂഹത്തിൽ നിന്ന് എടുത്തു നോക്കിയാലും ഏതൊരു കാലഘട്ടത്തിൽ നിന്ന് എടുത്തു നോക്കിയാലും നമ്മുടെ പ്രവാചകനെ കുറിച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ അള്ളാഹു തന്നെ പറയുന്നത് നിങ്ങളിൽ ഉത്തമ മാതൃക നിങ്ങളുടെ പ്രവാചകനിലുണ്ട് എന്നാണ്. എല്ലാ മനുഷ്യരും നവോത്ഥാനം ചെയ്യുന്ന അവരുടെ വ്യക്തിത്വ മനസ്സിൽ നിന്നാണ്, സ്വന്തമായിട്ടുള്ള മനസ്സുകളിൽ നിന്ന് തലച്ചോറിൽ പ്രവർത്തിച്ചുകൊണ്ട് പഠനത്തിലൂടെയാണ് നവോത്ഥാനം സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ നബി എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ദിവ്യമായ സന്ദേശത്തിലൂടെയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു ആൾക്കും എപ്പോൾ വേണമെങ്കിലും യാതൊരു മാറ്റങ്ങൾക്കും വിധേയമാവാതെ എന്നും നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മഹത്തായ സന്ദേശമാണ് നമുക്ക് നമ്മുടെ പ്രവാചകനിലൂടെ കാണുന്നത് എന്നുള്ളതാണ്. ഈ നവോത്ഥാനം പിന്നീട് നമ്മുടെ ഇന്ത്യയിലും നമ്മുടെ റഷീദുള്ള അതുപോലെ തന്നെ അബ്ദു എന്ന് പറയുന്ന ഒരുപാട് ആളുകളിലൂടെ എത്തുകയും അങ്ങനെ കേരളത്തിൽ ഈ നവോത്ഥാന പ്രസ്ഥാനം ഉടലെടുക്കുകയും ചെയ്തതല്ല. നവോത്ഥാന പ്രസ്ഥാനം കേരളത്തിൽ നമ്മുടെ ഇന്ത്യയിലേക്ക് സതി നിർത്തലാക്കിയതൊക്കെ ഈ നവോത്ഥാന പ്രസ്ഥാനം രാജാറാം മോഹൻ റായ് സതി നിർത്തലാക്കി. കാരണം ഭർത്താവ് മരിച്ചാൽ ഭാര്യ ചിതയിൽ ചാടി മരിക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിർത്തലാക്കുമ്പോൾ നമ്മുടെ സമുദായത്തിൽ, നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ മുസ്ലിം സ്ത്രീകൾക്ക് പഠിക്കാൻ പാടില്ല. ആര്യനെഴുത്ത് ഇംഗ്ലീഷ് നരക ഭാഷയാണ്, ആര്യനെഴുത്ത് നമുക്ക് പാടില്ല, മുസ്ലിം സ്ത്രീകൾ മുസ്ലിം സമൂഹം പഠിക്കാൻ പാടില്ല എന്നുള്ള ഒരുപാട് ഫത്വകൾ ഇറങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ സനാഉള്ള മക്തി തങ്ങളെ പോലുള്ള ഒരുപാട് നേതാക്കന്മാർ നമ്മുടെ സമൂഹത്തിലേക്ക് വന്നെന്നുള്ളതാണ്. നമ്മുടെ മലയാളം പഠിക്കാൻ പാടില്ല എന്ന ഒരു സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് സനാഉള്ള മക്തി തങ്ങളാണ് മലയാളത്തിൽ ഒരു ലേഖനം തന്നെ, ഒരു പുസ്തകം തന്നെ, ഒരു ലേഖനം തന്നെ പ്രകാശനം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്വന്തം മക്കളെ, പെൺകുട്ടികളെ മദ്രസയിൽ വിദ്യാഭ്യാസം അയക്കാൻ വേണ്ടി മാതൃക കാണിച്ച ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ച് നമുക്ക് ഓർക്കാവുന്നതാണ്. അദ്ദേഹം തൻ്റെ പാഠശാലയിൽ മലയാളവും എല്ലാം അത് ഇംഗ്ലീഷും എല്ലാം ഉൾച്ചേർത്തുകൊണ്ടാണ് ആ ഒരു പാഠശാല മദ്രസകൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ന് ഈ വേദിയിൽ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനും ഈ വേദിയിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇരിക്കാനുമുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി തന്ന നവോത്ഥാന നായകന്മാരാണ് ഇവരെല്ലാം. അതുപോലെ മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജി നോക്കൂ, നമ്മളെ ഒരു ഇത്തരം ദുരന്തങ്ങൾ നമ്മുടെ മലയാളത്തിൽ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകുന്ന തർക്കങ്ങളുടെയും ദുരന്തങ്ങളും കണ്ടുകൊണ്ട് അവരുടെ മനസ്സ് വേദനിച്ചുകൊണ്ടാണ് സംഘടനയായിട്ടുള്ള നിഷ്പക്ഷ സംഘം 1922 നിഷ്പക്ഷ സംഘം രൂപീകരിച്ചത്. ഹമ്മദാനി ഷെയ്ഖ് നമ്മുടെ സമൂഹത്തിന്റെ ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസ സാമൂഹിക പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് ഈ നിഷ്പക്ഷ സംഘം ഉടലെടുത്തെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പുരുഷന്മാരെ പോലെ തന്നെ നമ്മുടെ സ്ത്രീകളും ഇതിന് മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. സ്ത്രീകളിൽ പ്രധാനമായിട്ടും ഹലീമ ബിയെ എടുത്തു പറയേണ്ടതാണ്. ഹലീമ ബീവി ഒരു സ്വന്തമായിട്ട് പത്രം അടിച്ച്, ഒരു മാസികകൾ അടിച്ച് സ്വന്തം പബ്ലിഷർ എല്ലാം നമ്മുടെ ഹലീമ ബിയായിട്ട് സ്ത്രീകൾ എടുത്തിട്ടുണ്ടെന്ന്. അപൂർവങ്ങളായിട്ട് ചില സ്ത്രീകൾ നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്രധാനമായിട്ടുമുള്ള ഈ ഇത്തരത്തിൽ നമുക്ക് ഈ സ്ത്രീ അവസ്ഥ ഈ ഒരു നമ്മുടെ സമൂഹത്തിൽ മൊത്തമായിട്ട് എല്ലാ മതവിഭാഗങ്ങളിലും ഉണ്ടായിരുന്ന ഒരു സ്ത്രീ അവസ്ഥ ഒരു കാലത്തുണ്ടായിരുന്നു. നമ്മുടെ മുസ്ലിം സമുദായത്തിൽ എന്ന പോലെയല്ല, എല്ലാ മതവിഭാഗത്തിലും സ്ത്രീകൾ അടിച്ചു മൂടപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. നമുക്ക് മലയാളത്തിലെ ഒരു കവിയായിട്ടുള്ള നമ്മുടെ ആറ്റൂർ രവിവർമ്മ സ്ത്രീയെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു കുറ്റിച്ചൂല്, ഒരു നാറത്തേപ്പ്, ഞളുങ്ങിയ വക്കാർന്നൊരു കഞ്ഞിപ്പാത്രം, ഒരട്ടി മണ്ണിവൾ എന്നാണ്. ഒരു നേരം കണ്ണടക്കാൻ ഏറ്റവും നേരത്തെ എഴുന്നേൽക്കുന്നവളായിരിക്കും സ്ത്രീ എന്നുള്ളതാണ്. രാവിലെ ഏറ്റവും നേരെ എഴുന്നേൽക്കുന്നവളാണ് സ്ത്രീ, എന്നാൽ രാത്രി ഏറെ വൈകിട്ടാണ് അവളുടെ കണ്ണുകൾ അടയുന്നത് എന്നുള്ളതാണ്. ഒരു നിശബ്ദമായിട്ടുള്ള അടിമപ്പണി ചെയ്തിട്ടുള്ള പുരുഷാധിപത്യത്തിന് ആജ്ഞാനുവർത്തിയായിക്കൊണ്ടിട്ടുള്ള ഈ ഒരു സ്ത്രീയെയാണ് എല്ലാ മതസമൂഹങ്ങളിലും ആദ്യകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഈ ഒരു സ്ത്രീ സമൂഹത്തിന് ഒരുപാട് സ്ത്രീ ശാക്തീകരണത്തിന്റെ ആദ്യത്തെ നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാം നമ്മുടെ പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
എന്നുള്ളതാണ്. കാരണം സ്വത്തിന് അവകാശമുണ്ടാവാത്ത കാലത്ത്, സ്ത്രീയെ കുഴിച്ചു മൂടുന്ന കാലത്ത്, ഒരു പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന കാലത്ത് നമുക്ക് എന്തെല്ലാം അവകാശം കിട്ടി? സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം കിട്ടി, നമുക്ക് സ്വത്തിന് അവകാശം കിട്ടി, നമുക്ക് പിന്നെ പഠിക്കാനുള്ള അവകാശം കിട്ടി, ചിന്തിക്കാനുള്ള അവകാശം കിട്ടി, നമുക്ക് ഒരുപാട് പിന്നെ സ്വന്തം ഇണയെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം കിട്ടി, വിവാഹമോചനത്തിന് വരെ അവകാശം കിട്ടി. എല്ലാ തരത്തിലും സ്ത്രീകൾക്ക് ശാക്തീകരണത്തിന് നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് ആദ്യത്തെ നവോത്ഥാന നായകനെന്ന് നമുക്ക് പറയാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പക്ഷെ ഇതെല്ലാം നമുക്ക് ലഭിച്ചു അല്ലെ? നമുക്ക് ഇതൊക്കെ ലഭിച്ചുകൊണ്ട് പിന്നെ എന്തുകൊണ്ട് നമ്മുടെ പുതിയ തലമുറ എന്തുകൊണ്ടാണ് അവർ വിവാഹത്തിന് സമ്മതിക്കാത്തത്? പഠനത്തിന് മാത്രം മുൻതൂക്കം കൊടുക്കുന്നത്? എങ്ങനെ ആ ഒരു കാര്യത്തിൽ വിവാഹമേ ഇല്ല എന്നുള്ള ഒരു ചിലപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ പറയാം. നമ്മുടെ ചരിത്രത്തിലൂടെ നോക്കുകയാണെങ്കിൽ പല പെൺകുട്ടികളും വിവാഹം കഴിഞ്ഞാൽ ആദ്യം പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് പിന്നെ വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് യാതൊരു സ്വാതന്ത്ര്യവും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അവർ നമ്മളെ മക്കളാണ് അവരെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. എന്റെ കുട്ടിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൾക്ക് പഠിക്കാനുള്ള അവകാശം ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് യാതൊരു തരത്തിലുമുള്ള തടസ്സം നമ്മൾ നിൽക്കാൻ പാടില്ല. കുട്ടികൾ പഠിക്കണം, പഠിച്ചവർ മുന്നേറണം. ഇപ്പൊ ഞാൻ തന്നെ നമ്മൾ ഡിഗ്രി പഠിക്കുമ്പോഴാണ് കല്യാണം കഴിഞ്ഞത്. ആ കല്യാണം കഴിഞ്ഞ് പിന്നെ ഞാൻ പഠിച്ചു. നമുക്ക് പഠിക്കുന്ന കുട്ടിക്ക് ആ പഠനത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ അവർ ഒരിക്കലും തടസ്സപ്പെടുത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഓരോ മാതാപിതാക്കളും അത് ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളെ പോലെ നമ്മളോടടുത്ത് നമ്മളെ വീട്ടിലേക്ക് വരുന്ന നമ്മുടെ മരുമക്കളും നമ്മുടെ മക്കളാണ്. അവർക്ക് വേണ്ടി അവർ പഠിക്കാൻ വേണ്ടി താല്പര്യം പറയുന്നു എങ്കിൽ അവരെ ഒരു തരത്തിലും തടസ്സപ്പെടുത്താതെ പഠിക്കുന്ന ആ പഠന പുരോഗതിക്ക് വേണ്ടി എന്തെല്ലാം നമുക്ക് അവർക്ക് ചെയ്യാൻ കഴിയുന്നുവോ എന്ന് നോക്കിക്കൊണ്ട് അവരെ പഠിച്ച് അവർ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നമ്മുടെ മക്കൾ നല്ല രീതിയിൽ ജീവിക്കാനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? നല്ലൊരു സംസ്കാരം, നല്ലൊരു ജീവിതം, എല്ലാം കൊണ്ടും നല്ല രീതിയിൽ ജീവിക്കാനാണ് നമ്മൾ ആഗ്രഹം. അല്ല നമ്മളുടെ കാര്യത്തിന് വേണ്ടി നമുക്ക് വേണ്ടി പണിയെടുക്കാനോ നമ്മുടെ കാര്യത്തിന് വേണ്ടി അവരുടെ പഠനം അടിയറു വെക്കാനോ പാടില്ല. അത് നമ്മൾ അവരോട് ചെയ്യുന്ന വലിയ ക്രൂരതയാണ്. കാരണം ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള സ്ത്രീകളുടെ അവകാശങ്ങളാണ്. അവരൊരു തരത്തിലും അത് നിഷേധിക്കാൻ പാടില്ല. അങ്ങനെ നിഷേധിക്കുമ്പോൾ മാത്രമാണ് കുട്ടികൾക്ക് വിവാഹം, അത് കുടുംബം എന്നുള്ള രീതിയിലുള്ള പല പിൻചിന്തകളും വരുന്നതെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളെപ്പോലുള്ള ആളുകൾ അതിനുവേണ്ടി വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾക്ക് ഒരുപാട് സമയമുണ്ട് അല്ലെ? നമ്മോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സമയവും നിങ്ങളുടെ ആരോഗ്യവുമാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അള്ളാഹുവിന്റെ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാം നബിച്ചേറ്റി എല്ലാം നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഒഴിവ് സമയത്തെ കുറിച്ച് ചോദിക്കും, നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് നോക്കൂ. നമ്മളെല്ലാവരും ഒരുപാട് നമ്മളിങ്ങനെ കടന്നു പോകുന്നുണ്ടല്ലേ? എത്ര സമയമാണ് നമ്മളിവിടെ നമ്മുടെ എന്തെങ്കിലും ഒരു അടയാളപ്പെടുത്തൽ. നമ്മൾ എല്ലാവർക്കും മക്കളെ പ്രസവിക്കുന്നു, മക്കളെ ഭക്ഷണം കൊടുക്കുന്നു, ഭർത്താവിനെ നോക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു അടയാളപ്പെടുത്തൽ വേണം. എല്ലാവരും ചെയ്യുന്നതാണല്ലോ, പക്ഷെ ഒരു അടയാളപ്പെടുത്തൽ. ഇപ്പൊ നമ്മുടെ കമറുനിസാൻ അവരൊക്കെ വീട്ടിലൊക്കെ ഞങ്ങൾ പോയപ്പോൾ അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ്. നമ്മുടെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷെൽട്ടർ ഹോമുകൾ, അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഉള്ളതെന്നുള്ളത് ഒരുപാട് അവിടെയൊക്കെ നമ്മൾ ഇതാക്കണം. പിന്നെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ കുറച്ച് സ്ത്രീ സമൂഹം ഇറങ്ങിയിട്ടുണ്ട്. വളരെ സന്തോഷവും അഭിമാനവും എനിക്ക് തോന്നിയ നിമിഷമാണ്. കാരണം കുറെ പേര് പെയിൻ ആൻഡ് പാലിയേറ്റീവ് പോകുന്നുണ്ടെന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ അങ്ങനെ പെയിൻ ആൻഡ് അങ്ങനെയുള്ള കരുണയാർന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് നല്ലൊരു ജീവിതമുണ്ട്. അല്ലാതെ അവനാന്റെ കാര്യങ്ങൾ ചെയ്യാനും അവരന്റെ ദാഹത്തിനെന്റേതിനേക്കാളും അധികമാം കരുതലും കരുണയും കുടിപാർക്കും ഒരു വീടെനിക്കുണ്ടതിൽ കൊച്ചു തിണ്ണമേൽ വെറുതെ ഇരുന്നു ഞാൻ പാടുന്നു എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ONV കുറിപ്പിന്റെ വരികളും കൂടി ഞാൻ അവിടെ സൂചിപ്പിക്കുകയാണ്. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം. എല്ലാവർക്കും എല്ലാം ചെയ്യാം, പക്ഷേ ഒരു അടയാളപ്പെടുത്തൽ. ഏറ്റവും അടുത്തിപ്പോൾ നടന്ന നമ്മുടെ പ്രിയപ്പെട്ട റാബിയ മരിച്ചു അല്ലേ? റാബിയ എങ്ങനെയുള്ള ആളായിരുന്നു? നമ്മൾ മറ്റു ഹെലൻ കെല്ലറിനെ പോലെയും മറ്റുള്ള ആളുകളെയൊക്കെ നമ്മൾ വിദേശികളായിട്ടുള്ള ആളുകളെ കുറിച്ച് നോക്കുമ്പോൾ നമ്മുടെ പ്രിയ റാബിയത്ത എന്തായിരുന്നു അവരുടെ അവസ്ഥ? നമ്മളെപ്പോലെ ആരോഗ്യമുണ്ടായിരുന്നോ? ഇല്ല. 10ാം ക്ലാസ് പഠിക്കുമ്പോഴേക്കും അരക്ക് കീഴെ പോളിയോ ബാധിച്ച് അരക്ക് കീഴെ തളർന്ന റാബിയ എന്ത് ചെയ്തു? സൈക്കിൾ മേലാണ് PSMO കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പോയത്. അവിടെ നിന്നും ആ ഒരു സൈക്കിളിലൊക്കെ പോയി പിന്നെയും വയ്യാത്ത ശാരീരിക വയ്യായ്മ ഉള്ളത് കൊണ്ട് തന്നെ പഠനം നിർത്തേണ്ടി വന്നു. എന്നിട്ട് അവിടെ ഇറങ്ങിയിരുന്നു. അവരോട് ഗുരു നിത്യ ചൈതന്യ യതി പറഞ്ഞൊരു കാര്യമുണ്ട്, മോളെ റാബിയ,
നീ ഇങ്ങനെ ഈ ശരീരത്തിൽ പ്രശ്നം കൊണ്ടുള്ള ആളുകളും കണ്ണിന് പ്രശ്നങ്ങളുള്ളതും കേൾവിക്കുള്ള അതുമായി ബന്ധപ്പെട്ടിട്ടല്ല നീ ചെയ്യേണ്ടത്. നീ മറ്റുള്ളവരുമായി സൗഹൃദം പങ്കെടുത്ത് നിന്റെ അങ്ങനെ ആകുമ്പോഴേ നമുക്കൊരു സന്തോഷവും അങ്ങനെയുള്ളൊരു ജീവിതം നമുക്ക് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. ആ ഒരു വാക്കിലൂടെ അതൊക്കെ അവളുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. അവൾ എന്ത് ചെയ്തു? അവൾ തൻ്റെ വീട്ടിനടുത്ത് തന്നെ ആകെ ഇത്തരത്തിൽ ശാരീരികമായി വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ കൂട്ടിച്ചേർത്ത് അവർക്ക് ചലനം എന്നുള്ള ആ ഒരു ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നടങ്ങി. പിന്നെ ഏറ്റവും നന്നായിട്ട് കുട്ടികൾക്ക് വേണ്ടി പലതരത്തിലുള്ള സ്ത്രീ ശാക്തീകരണ കൂട്ടായ്മ അവിടെ നടന്നു എന്നുള്ളതാണ്. കൂടാതെ സാക്ഷര കേരളത്തിനെ അക്ഷരപുത്രി എന്ന് പറയുന്ന റാബിയാണ് എല്ലാവർക്കും അക്ഷരങ്ങൾ പറഞ്ഞ അറിവിന്റെ വെളിച്ചം പകർന്നു കൊടുത്ത റാബിയെ നമുക്ക് ആലോചിക്കാവുന്നതാണ്. കാരണം അതിന് അത്രമാത്രം ആരോഗ്യക്കുറവൊന്നും നമ്മുടെ ആളുകൾക്കില്ല. ആർക്കും അത്രമാത്രം പാണ്ഡിത്യമൊന്നും ആർക്കും നമുക്കും എനിക്കില്ല, നമുക്ക് ആർക്കും ഇല്ല. നമ്മൾക്ക് എത്രയോ തുച്ഛമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്തരത്തിലുള്ള അടയാളങ്ങൾ നിങ്ങളിൽ ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ രാവിലെ പറഞ്ഞ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞിട്ട് കേട്ടല്ലോ. ലഹരി കോവിഡ് പണ്ട് ചൈനയിലല്ലേ എന്ന് നമ്മൾ വിചാരിച്ചു. പിന്നെ അത് എവിടെ എത്തി? അതുപോലെ തന്നെയാണ് ലഹരി. ഇപ്പൊ നമ്മൾ കാണില്ല. നമ്മൾ ഉപയോഗിക്കാത്ത ലഹരി നമ്മുടെ അരികിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഓരോ കുട്ടിയും എന്താണ് ഓരോ ആളുകളും തങ്ങളുടെ മക്കളാണ് അത് എന്ന് വെച്ച് ലഹരിക്കെതിരെ വളരെ കൃത്യമായി കൊണ്ടുള്ള ഒരു ഇത് പറയണമെന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള മുഹൂർത്തങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ള വളരെ പ്രാധാന്യമായിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങളായിട്ട് വരുന്നത്. എങ്കിലും മർത്യായുസ്സിൽ സാരമായത് ചില മുന്തിയ സന്ദർഭങ്ങൾ അല്ല മാത്രകൾ മാത്രം എന്ന് പറഞ്ഞ പോലെ ഈ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷങ്ങളാകട്ടെ. ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ വളരെയധികം ജീവിതത്തിലേക്ക് പകർത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ എൻ്റെ മുഖ്യ കർത്തവ്യമായിട്ടുള്ള സ്വാഗത പ്രസംഗത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ പ്രധാനമായിട്ട് നമ്മുടെ ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടി എത്തിയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള പ്രസിഡന്റായിട്ടുള്ള നമ്മുടെ MGM-ന്റെ പ്രസിഡന്റായിട്ടുള്ള സുഹറ മമ്പാടാണ്. സുഹറത്തായ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. ഈ MGM-ന്റെ വളരെയധികം പ്രഗത്ഭയായിട്ടുള്ള ഒരു പോരാളി തന്നെയാണ്. നമ്മുടെ സമൂഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് നിന്നിട്ടുള്ള ഒരു വളരെ കരുത്താർജിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് സുഹറ മമ്പാട്. സുഹറത്തായ ഞാൻ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ഇവിടെ നമ്മുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഫിയാത്താണ്. ഈ താനാളൂർ മണ്ഡലത്തിന്റെ നെടും തൂണ് എല്ലാം കൊണ്ടും ചുക്കും ചുക്കാനും പിടിക്കുന്ന വനിതാ വിഭാഗത്തിന്റെ MGM-ന്റെ ചുക്കും ചുക്കാനും പിടിക്കുന്ന നമ്മുടെ സഫിയാത്താണ്. ഇതിന്റെ നമ്മുടെ പ്രസിഡന്റ് MGM താനാളൂർ. ഈ സഫിയാത്തയെ ഈ ഇതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ ഇവിടെ സംസാരിക്കാൻ വന്നേറ്റിട്ടുള്ളത് നമ്മുടെ MGM മലപ്പുറം വെസ്റ്റിലെ സെക്രട്ടറി ആയിട്ടുള്ള ആയിഷ ചെറുമുക്കാണ്. ഇവിടെ എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ എത്തിയിട്ടില്ല. എങ്കിലും അവരുടെ അസാന്നിധ്യത്തിൽ ആയിഷ ചെറുമുക്കിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ ഇസ്ലാം എന്റെ അഭിമാനം എന്ന വിഷയവുമായി മൂന്നിക്കൊണ്ട് നമ്മുടെ സ്റ്റുഡൻസ് വിംഗ് കേരള പ്രസിഡന്റ് ആയിട്ടുള്ള ഷിഫ പുളിക്കലാണ്. ഷിഫ പുളിക്കലിനെ ഈ ഒരു വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സംഘടനയുടെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ നമ്മുടെ ഈ പ്രസീഡിയത്തിൽ ഇരിക്കുന്ന നമ്മുടെ CN ഷെരീഫ് താത്ത, ഇവരെല്ലാവരും നമ്മുടെ മണ്ഡലത്തിലെ മികച്ച ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ആളുകൾ തന്നെയാണ്. നമ്മുടെ ഷെരീഫ താനാളൂർ, ഹഫ്സ വൈലത്തൂർ, ഫാത്തിമ ചക്കിയത്തിൽ, സലീന KT പാണ്ടിയാട്, NK റുക്കിയ, സഫിയ KP, സുമയ്യ കൈനിക്കര, ജുവൈരിയ വൈലത്തൂർ, ആരിഫ കാളാട്, ബിഷാറ മുജീബ് താനാളൂർ, ആയിഷ താനൂർ, സുബൈദ പാണ്ടിയാട്, സെൽവ താനാളൂർ, ഫാത്തിമ പെരിഞ്ചേരി, ഇവരെ ഈ പ്രസിഡന്റിലിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഇവിടെ സംഘടനയുടെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ആശംസ അറിയിക്കാനെത്തില്ല ഷക്കീല ടീച്ചർ, നമ്മുടെ ഷാലിമ ടീച്ചറും വരാമെന്ന് ടീച്ചർക്ക് സുഖമില്ലായ്മ ഉണ്ടാണ്. അവരുടെ അസാന്നിധ്യത്തിലേക്ക് അവരെ എല്ലാം സ്വാഗതം ചെയ്യുന്നു. ഇതിന് നന്ദി പറയുന്ന മോഫില റിസ്ലി താനാളൂർ താനാളൂർ സ്റ്റുഡൻസ് വിംഗ് ആണ്. അവളെയും ഞാൻ ഈ ഒരു ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഏറ്റവും ഇതിലെല്ലാം ഇതായിട്ട് നമ്മുടെ ഈ ഒരു പരിപാടി വിജയിപ്പിക്കാനും പരിപാടിയിൽ പങ്കെടുക്കാനും ഇതിൽ നിന്ന് കിട്ടുന്ന ചിതറിയ ശകലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുപോയി അതിലേക്ക് വെളിച്ചം വീശാനും നിങ്ങളെ കുടുംബത്തിൽ വെളിച്ചം വീശാനും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ സഹോദരന്മാർക്കും പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജസാക്കല്ലാഹ് ഖൈറൻ കസീറ. അധ്യക്ഷപദം അലങ്കരിച്ച് സംസാരിക്കുവാൻ വേണ്ടി MGM താനാളൂർ പ്രസിഡന്റ് സഫിയ ഹനീഫ് കക്കോടിയെ ആദരം സ്വാഗതം ചെയ്യുന്നു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് സൂറാത്ത, മണ്ഡലം സെക്രട്ടറി സാജിദ, സ്റ്റുഡൻസ് വിംഗ് പ്രസിഡന്റ് ഷിഫ, അതുപോലെ മറ്റ് പ്രസിഡന്റിലുള്ള എൻ്റെ സഹോദരിമാരെ, നമ്മുടെ ഈ പരിപാടി കേൾക്കാൻ വന്ന എൻ്റെ സഹോദരിങ്ങളെ, മാതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ആദ്യമായി നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇന്നിവിടെ സ്ഥലപരിമിതി വളരെ അധികമായിരുന്നു. ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഒരു സീറ്റ് കണ്ടെത്താൻ വേണ്ടി വളരെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചതിലും കൂടുതൽ അൽഹംദുലില്ലാഹ് എൻ്റെ സഹോദരിമാരിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. നവോത്ഥാനം പ്രവാചക മാതൃക എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് നാം ഇന്നിവിടെ ഈ ഒരു മണ്ഡലം സമ്മേളനം ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അരാജകത്വത്തിനും അന്ധവിശ്വാസങ്ങൾക്കും എതിരിൽ നമ്മുടെ പ്രവാചകൻ കാണിച്ച മാതൃകയെ ചിത്രമാക്കാൻ വേണ്ടി മറ്റു സമുദായങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ഇന്നിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ബലിയാടാകുന്നത് നമ്മുടെ സ്ത്രീകൾ തന്നെയാണ് എന്നുള്ളതാണ് വളരെ ദയനീയമായ അവസ്ഥ. അതിനാൽ അതിൽ നിന്നെല്ലാം ഒരു മോചനം നമ്മൾക്ക് വേണം എന്നത് കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രവാചകന്റെ അതേ മാതൃക നമ്മുടെ സമൂഹത്തിൽ നിലനിർന്ന് പോരണം എന്നതിനെ കൊണ്ട് നമ്മൾ ഈ ഒരു ചർച്ചയ്ക്ക് ഇവിടെ വെച്ചിട്ടുള്ളത്. മുജാഹിദ് പ്രസ്ഥാനമാണ് ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു നവോത്ഥാന പ്രസ്ഥാനം എന്ന നിലക്ക് നമ്മൾ ആദ്യം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ പൂർവികരായ നേതാക്കൾ ഒരുപാട് കഷ്ടപ്പെട്ട് പല നിലക്കുള്ള അക്രമങ്ങളും നേരിട്ടിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രസ്ഥാനം ഇവിടെ നിലനിർത്തിയിട്ടുള്ളത്. പക്ഷെ അതിനെ വക്രീകരിച്ചുകൊണ്ടാണ് ഇന്ന് മറ്റ് സമുദായങ്ങൾ ഇതിനെ ചിത്രീകരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മുടെ സൂറാത്ത ഇവിടെ വന്നിട്ടുണ്ട്, അതുപോലെ ആയിഷ ഇൻഷാ അല്ലാഹ് അവരിവിടെ എത്തും. അവരൊക്കെ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് സംസാരിക്കും. പിന്നെ സമയമാണെങ്കിൽ വളരെ പരിമിതമാണ്, അത് കൂടുതൽ ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. ഈ പരിപാടിയിലേക്ക് പ്രസംഗിക്കുന്നതിന് വേണ്ടി സൂറാത്തയെ ആദരമായി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജസാക്കല്ലാഹ് ഖൈറൻ കസീറ. നവോത്ഥാനം പ്രവാചക മാതൃക കേന്ദ്രം താനാളൂർ മണ്ഡലം മുജാഹിദ് സമ്മേളനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വനിതാ സമ്മേളനത്തിന് ഉദ്ഘാടന ഭാഷണം നിർവഹിക്കുവാൻ വേണ്ടി MGM സംസ്ഥാന പ്രസിഡന്റ് സുഹ്റ മമ്പാടിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയയായ ഇന്നത്തെ ഈ വനിതാ സംഗമത്തിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന ബഹുമാന്യയായ താനാളൂർ MGMന്റെ പ്രഗത്ഭയായ പ്രസിഡന്റ് പ്രിയപ്പെട്ട സഫിയ, സ്വാഗത ഭാഷണം നിർവഹിച്ച പ്രിയപ്പെട്ട ഡോക്ടർ സാജിദ, വേദിയിലെ എനിക്ക് ഏറ്റവും പ്രിയങ്കരായ ഐഷ ചെറുമുക്ക്, അതുപോലെ തന്നെ ഷിഫ, അതിലൊക്കെ ഉപരി നമ്മളുടെ ഈ പരിപാടി ധന്യമാക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ സംഘാടകരായ താനാളൂർ മണ്ഡലം
MGMന്റെ പ്രഗത്ഭരായ ഭാരവാഹികൾ, അതിനേക്കാളൊക്കെ ഉപരി ഇവിടുത്തെ KNMന്റെ നേതാക്കളൊന്ന് വിളിച്ചപ്പോൾ ആ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന നല്ലവരായ MGMലെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, KNMന്റെയും ISMന്റെയും MSMന്റെയും നേതാക്കളെ, പ്രവർത്തകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണിത്. നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ സ്ത്രീ പ്രാതിനിധ്യം കൊണ്ട് ഈ പരിപാടിയിൽ നമ്മളുടെ പ്രതിനിധികളെ ഉൾക്കൊള്ളിക്കാൻ കഴിയാത്തത്ര ആളുകളാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. റബ്ബിന്റെ തൃപ്തി മാത്രം കാക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് സ്വർഗം ലഭ്യമാവുന്നതിന് വേണ്ടി ഇവിടെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമാണ് നമ്മളെല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത്. അള്ളാഹു നമ്മൾക്ക് വല്ലാത്ത അനുഗ്രഹങ്ങളാണ് കോരിച്ചൊരിഞ്ഞ് നൽകിയിട്ടുള്ളത്. ആ അനുഗ്രഹങ്ങൾ 2 കണ്ണ് തന്ന്, 2 കാല് തന്ന്, നേരത്തെ സ്വാഗത ഭാഷണത്തിൽ റാബിയയെ കുറിച്ച് സൂചിപ്പിച്ചതുപോലെ അരക്ക് താഴെ തളരാതെ 2 കാലും 2 കണ്ണും 2 കൈയും കാതും ഒക്കെ തന്ന് നല്ല ശരീരത്തോടു കൂടി നമ്മളെ അനുഗ്രഹിച്ച റബ്ബിനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. പക്ഷേ അത്തരത്തിലുള്ള ആളുകളാണ് നമ്മളുടെ ഈ ലോകത്ത് ഏത് ഭാഗത്ത് ഏത് കോണുകളിലൂടെ നമ്മൾ നോക്കുമ്പോഴും നമ്മളെപ്പോലെയുള്ള ഒരുപാട് ആളുകളെ, ഒരുപാട് മനുഷ്യരെ നമ്മൾക്ക് കാണാൻ കഴിയും. പക്ഷേ അതിനപ്പുറത്തേക്ക് അവരിൽ നിന്ന് നമ്മളും അവരും തമ്മിലുള്ള ഒരു അന്തരം എന്ന് പറയുന്നത്, നമ്മൾ തൗഹീദ് ഉൾക്കൊണ്ടവരാണ്, ഹിദായത്ത് ലഭ്യമായവരാണ്. ആ ഹിദായത്താണ്, ആ തൗഹീദാണ് മറ്റുള്ളവരെയും നമ്മളെയും വേർതിരിക്കുന്നത് എന്നുള്ള വ്യക്തമായ അവബോധം നമ്മൾക്കുണ്ട്. ഇവിടെ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നവോത്ഥാനം പ്രവാചക മാതൃക എന്നുള്ളതാണ് നമ്മളുടെ ഈ ക്യാമ്പിന്റെ അല്ലെങ്കിൽ ഇന്നത്തെ ഈ സമ്മേളനത്തിന്റെ പ്രമേയമായിട്ട് KNMന്റെ ആളുകൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. നവോത്ഥാനത്തിൽ പ്രവാചകൻ എന്ത് മാതൃകയാണോ നമ്മൾക്ക് കാണിച്ചു തന്നത്, ആ മാതൃകയാണ് നമ്മൾ പിൻപറ്റേണ്ടത് എന്നുള്ളതാണ് ഇതിന്റെ സാരം. അള്ളാഹുവിന്റെ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം മതവുമായി രംഗപ്രവേശനം ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന അവസ്ഥകൾ എന്തായിരുന്നു എന്നുള്ളത് സ്വാഗത ഭാഷണത്തിൽ നിങ്ങളോട് സൂചിപ്പിച്ചു. പക്ഷേ അവിടെ നിന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന് ആരംഭിച്ച് ഹജ്ജത്തുൽ വിദായിൽ വെച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ വളരെ കൃത്യമായിട്ട് ആ തന്റെ അവസാനത്തെ പ്രസംഗത്തിൽ, ഹജ്ജത്തുൽ വിദായിൽ വെച്ച് താൻ നടത്തിയ പ്രസംഗത്തിൽ വളരെ കൃത്യമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്ത് ഞാനും നിങ്ങളുമൊക്കെ എപ്പോഴും പാരായണം ചെയ്യുന്ന അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് പറയുന്ന ആയത്ത്. മറ്റുള്ളവർക്ക് കിട്ടാത്തത് നമ്മൾക്ക് ലഭ്യമായത് തൗഹീദാണ് അല്ലെങ്കിൽ ഹിദായത്താണ് എന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ, ഒന്നുമില്ലായ്മയിൽ നിന്ന് ആരംഭിച്ചു വന്ന പ്രവാചകൻ ഹജ്ജത്തുൽ വിദായിന്റെ അന്ന് അവിടുത്തെ മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് പറയുന്നത് പല കാര്യങ്ങളെക്കുറിച്ചും അവർ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സ്ത്രീകളെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കണം, നമ്മളുടെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി പറഞ്ഞു കൊടുത്തുകൊണ്ട് അവിടെ അല്ലാഹുവിന്റെ പ്രവാചകൻ അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി, എന്റെ നിഅമത്തിനെയും എന്റെ ദീനിനെ പൂർത്തീകരിച്ചതുപോലെ തന്നെ നിഅമത്തിനെയും നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. അള്ളാഹുവിന്റെ നിഅമത്താണ് അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്നത്, പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾക്ക് അവതരിപ്പിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് മതത്തെ നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുകയാണ്. നിങ്ങൾ അതിനോട് തൃപ്തിപ്പെട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. ഈ മതത്തെ കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ആ ഹജ്ജത്തുൽ വിദായിൽ വെച്ച് ആ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയെടുത്തുന്ന അവരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഇത് അറിയിച്ചു തന്നില്ലേ എന്ന് ചോദിക്കുകയാണ്.
ഞാൻ നിങ്ങൾക്കിത് അറിയിച്ചു തന്നില്ല? അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെക്കുറിച്ചും എന്റെ ചര്യയെക്കുറിച്ചും അതുപോലെ തന്നെ ഈ ദുനിയാവിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ കൂട്ടത്തിൽ ഇവിടെ ഹാജരില്ലാത്ത ആളുകൾക്ക് നിങ്ങൾ ഇത് എത്തിച്ചു കൊടുക്കണം എന്ന് പറയുകയാണ്. എന്നിട്ട് ആകാശത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട്, ആകാശത്തേക്ക് കണ്ണു പായിച്ചുകൊണ്ട് അല്ലാഹുമ്മഷ്ഹദ് 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 എന്ന് പറയുകയാണ്. അല്ലാഹുവേ നീ ഇതിന് സാക്ഷിയാണ്, അല്ലാഹുവേ നീ ഇതിന് സാക്ഷിയാണ്, അല്ലാഹുവേ നീ ഇതിന് സാക്ഷിയാണ് എന്ന് പറയുകയാണ്. അങ്ങനെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ മതത്തെ നമ്മൾക്ക് പൂർത്തീകരിച്ചു തന്നുകൊണ്ട് ഇവിടെ നിന്ന് കടന്നു പോകുന്നത്. ആ പൂർത്തീകരിച്ചു തന്ന് കടന്നുപോയപ്പോൾ ഞാനും നിങ്ങളും ഒക്കെ ഇതിന്റെ വാക്താക്കളായി അള്ളാഹുവിന്റെ പ്രവാചകൻ കാണിച്ചു തന്ന അതേ മാതൃകയിൽ നമ്മൾ മുന്നോട്ട് പോയോ ഇല്ലേ എന്നുള്ളത് നമ്മൾ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടിയിരിക്കുകയാണ്. എന്താ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? എന്തായിരുന്നു ഈ നാട്ടിലെ സ്ഥിതി എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇപ്പോഴത്തെ സ്ഥിതിയും ഇതിനു മുമ്പുണ്ടായിരുന്ന അവസ്ഥയും നമ്മൾക്കറിയാം. നേരം രാവിലെ മുതൽ നമ്മൾ കേൾക്കാൻ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ, അള്ളാഹു ആദ്യമായിട്ട് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്, ഇബാദത്തുകളുടെ കൂട്ടത്തിൽ അള്ളാഹു ഏറ്റവും ആദ്യമായി നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് വിശ്വാസത്തെയാണ്, തൗഹീദിനെയാണ്. ആ തൗഹീദ് നമ്മളുടെ മുമ്പിൽ, ഈമാൻ നമ്മളുടെ മുമ്പിൽ രൂഢമൂലമായാൽ ബാക്കിയൊക്കെ ശരിയാകും എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കാം. ഐഷ ബീവി റളിയല്ലാഹു അൻഹ ആളുകളോട് പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂല് ആദ്യം തന്നെ കള്ള് നിരോധിച്ചിരുന്നുവെങ്കിൽ, ആദ്യം യുദ്ധം നിരോധിച്ചിരുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ ആദ്യം നമസ്കാരത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ ഇത്രയും അധികം ആളുകൾ പെട്ടെന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരുമായിരുന്നില്ല എന്നുള്ളത്. വികലമായ അവരുടെ വിശ്വാസത്തെ, വികലമായ അവരുടെ വിശ്വാസത്തെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ആദ്യമായിട്ട് അവരെ പഠിപ്പിച്ചത്. ലാത്തക്കും ഉസ്സക്കും മനാത്തിനും ആരാധനകൾ അർപ്പിക്കുന്നതിൽ നിന്ന് നിങ്ങൾ ഒഴിവാകണം എന്നുള്ളതും, കഅബ ദേവാലയത്തിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും തച്ചുടക്കണമെന്നും ഏകനായ രക്ഷിതാവിനെ ആരാധിക്കണമെന്നുമാണ് ആദ്യമായി അവരോട് പറഞ്ഞത്. ആ പറഞ്ഞപ്പോ തന്നെ നമ്മൾക്കൊക്കെ അറിയാം, 6-7 ആളുകൾ ആ സമയത്ത് തന്നെ ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ കലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന് തുടങ്ങുന്ന ഏതാനും വചനങ്ങൾ ഓതി കേൾപ്പിച്ചു കൊടുത്തപ്പോഴേക്കിന് തന്നെ അല്ലാഹുവിന്റെ പ്രവാചകനിലേക്ക് വിശ്വസിക്കാൻ ആളുകൾ വരികയാണ്. കുറെ മാസത്തേക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ പേടിച്ച് വിരണ്ടുകൊണ്ട് വീട്ടിലിരിക്കുമ്പം എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾക്ക് നീ ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് സഫാ മലയുടെ മുകളിൽ കയറി നിന്നതും എല്ലാ ഗോത്രക്കാരെയും പേരെടുത്ത് വിളിച്ചതും, അവിടെ ആരാണ് വിളിക്കുന്നത് എന്ന് അബൂജാഹിൽ ചോദിക്കുന്ന സമയത്ത് അത് മുഹമ്മദാണ് എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദിന് എന്തെങ്കിലും പറയാനുണ്ടാകും എന്ന് പറഞ്ഞ്, മുഹമ്മദ് അൽ അമീനാണ്, അതുകൊണ്ട് മുഹമ്മദിന് എന്തെങ്കിലും പറയാനുണ്ടാകും, പോയി നോക്കാം എന്ന് പറയുകയാണ്. അവിടെ എത്തിയപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നത്, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ് എന്നുള്ളത്, ഏകനായ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം എന്ന് പറയുന്നത്. തബ്ബത് യാ മുഹമ്മദ്, മുഹമ്മദേ നീ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദിനെ അവിടെ വെച്ച് ശപിച്ചുകൊണ്ട് ഇറങ്ങിപ്പോരുകയാണ് അബൂജഹലും ടീമും. അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നപ്പോൾ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ശുഹൈബ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു, സുമയ്യ റളിയല്ലാഹു അൻഹ, അതുപോലെ യാസർ റളിയല്ലാഹു അൻഹു, അമ്മാർ റളിയല്ലാഹു അൻഹു, ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ തുടങ്ങിയ 6-7 ആളുകൾ പ്രവാചകന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിലേക്ക്, ആ വിശ്വാസത്തിലേക്ക് കടന്നു വരികയാണ്. ആദ്യം പറഞ്ഞത് വിശ്വാസത്തെ കുറിച്ചാണ്, ഇബാദത്തുകളെ കുറിച്ച് നിർണയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവരുടെ ഈമാൻ ഉറച്ചതിന് ശേഷമാണ് നമസ്കാരത്തെ കുറിച്ച് അവരോട് പറയുന്നത്. നമസ്കാരത്തെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തത് അവരുടെ ഈമാൻ, അവരുടെ വിശ്വാസം രൂഢമൂലമായതിന് ശേഷമാണ്. ഹിജ്റ പോകുന്നതിന്റെ തൊട്ടു മുമ്പാണ് നമസ്കാരത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തത്. മദീനയിലേക്ക് ഹിജ്റ 13 കൊല്ലക്കാലം ഇവിടെ നിന്ന് 13 കൊല്ലം കഴിഞ്ഞ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയതിനു ശേഷമാണ് നോമ്പിനെ കുറിച്ചും സക്കാത്തിനെ കുറിച്ചും ഹജ്ജിനെ കുറിച്ചും പഠിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ മുമ്പൊക്കെ തന്നെ നമ്മളിൽ ആദ്യമായും അവസാനമായും ഉണ്ടാവേണ്ട, ഏറ്റവും കൂടുതൽ നമ്മളിൽ ഉണ്ടാവേണ്ടത് അത് വിശ്വാസമാണ്, തൗഹീദാണ്, ഏകനായ രക്ഷിതാവിനെ ആരാധിക്കും എന്നുള്ളതാണ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നുള്ള ആ കലിമത്താണ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അതുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ മറ്റെന്തും ചെയ്തിട്ടില്ല, നമസ്കരിക്കണ്ട, നോമ്പ് അനുഷ്ഠിക്കണ്ട എന്നുള്ളതല്ല പറയുന്നത്. ആ കാലഘട്ടത്തിൽ ആ വിശ്വാസം അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ തന്നെ മരിച്ച ആളുകൾക്കൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ അല്ലാഹു തആല സ്വർഗ്ഗം വാഗ്ദാനം ചെയ്യുകയാണ്. നമ്മൾ കണ്ടില്ലേ, സുമയ്യ ബീവിയുടെ ചരിത്രം നമ്മളുടെ മുമ്പിലുണ്ട്. മഹദിയായ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ ഇസ്ലാം മതം വിശ്വസിച്ചപ്പോൾ അവർ മക്കയിലായിരുന്നു.
മദീനയിലേക്ക് പാലായനം ചെയ്തിട്ടില്ല. ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടത്തിലാണ് സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ ഈ ലോകത്ത് ഷഹീദാവുന്നത്. അന്ന് വിശ്വസിച്ചു എന്നുള്ള ഏക കാരണം കൊണ്ട് അബൂജഹലും കൂട്ടരും സുമയ്യ ബീവിയെയും അവരുടെ പ്രിയപ്പെട്ട ഭർത്താവ് യാസറിനെയും അവരുടെ പൊന്നോമന മകനായ അമ്മാറിനെയും പിടിച്ചു കെട്ടുകയാണ്. ഈത്തപ്പനയുടെ മുകളിൽ യാസർ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു കെട്ടി. ആ ഈത്തപ്പനയുടെ മുകളിൽ പിടിച്ചു കെട്ടിയിട്ട് തൊട്ട് താഴെ സ്വന്തം ഭാര്യയായ സുമയ്യ റളിയല്ലാഹു അൻഹയെ മലർത്തി കിടത്തുകയാണ്. അബൂജഹലിന്റെ കയ്യിലുള്ള ചുട്ടുപഴുപ്പിച്ച ഇരുമ്പിന്റെ കമ്പി അവരുടെ ജനനേന്ദ്രിയത്തിലൂടെ കുത്തി കയറ്റുമ്പോൾ വേദന കൊണ്ട് പിടഞ്ഞുകൊണ്ട് ആ ചുട്ടുപഴുത്ത ആ ഇരുമ്പ് കമ്പിയോടൊപ്പം തന്റെ ശരീരത്തിൽ അത് ഏൽക്കുമ്പോൾ അതിന്റെ വേദന കൊണ്ട് ആ വേദനയിൽ പോലും അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള കലിമത്ത് ഉച്ചരിക്കുമ്പോൾ അവരോട് കാണിച്ചു കൊടുക്കുന്നത് സ്വന്തം ഭർത്താവിനെ ചാട്ടവാറുകൊണ്ട് ഈത്തപ്പനയുടെ മുകളിൽ കെട്ടിയിട്ട് ചാട്ടവാറുകൊണ്ട് പ്രഹരിക്കാം. ആ പ്രഹരണക്കിടയിൽ ആ അടികൊണ്ട് അത്രമാത്രം വളരെ പ്രയാസകരമായി അവർ ആ അടി ഏറ്റുവാങ്ങുമ്പോൾ ആ അടിയുടെ ആഘാതത്തിൽ അവരുടെ ശരീരത്തിൽ നിന്ന് രക്തം ചീറ്റിത്തെറിക്കുകയാണ്. ആ പ്രഹരത്തിന്റെ ആഘാതത്തിൽ രക്തം ചീറ്റിത്തെറിക്കുകയാണ് ഈത്തപ്പനയുടെ ഓലയുടെ മുകളിലേക്ക്. എന്നിട്ടും സ്വന്തം ഭർത്താവിനെ ഇത്ര ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ടിട്ടും ആ ക്രൂരമായ മർദ്ദനം കണ്ടിട്ടും തനിക്കിന് ജീവിതമില്ല എന്നുള്ളത്, തന്റെ മുമ്പിൽ മരണം മാത്രമാണ് ബാക്കിയുള്ളത് എന്ന് ആ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുമ്പോഴും സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള കലിമത്താണ് ഉച്ചരിച്ചത്. ആ സമയത്താണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ആ വഴി കടന്നു വരുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ആ വഴി കടന്നു വരികയാണ്. ഈ സഹായതയോടുകൂടി അള്ളാഹുവിന്റെ പ്രവാചകനെ നോക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല. സഹതാപത്തോടു കൂടി അവരെ നോക്കുകയാണ്. എന്നിട്ട് യാസറിന്റെയും സുമയ്യ ബീവിയുടെയും മുഖത്ത് നോക്കിയിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നത് സ്വബ്റൻ യാ ആല യാസർ, യാസറിന്റെ കുടുംബമേ നീ ക്ഷമ കൈക്കൊള്ളുക. നിങ്ങളുടെ അഭയസ്ഥാനം എന്ന് പറയുന്നത്, നിങ്ങളുടെ സങ്കേതം എന്ന് പറയുന്നത്, നിങ്ങൾ എത്തിച്ചേരുക സ്വർഗത്തിലാണ്. യാസിർ കുടുംബമേ ക്ഷമ അവലംബിച്ചു കൊള്ളുക, നാളെ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. മറ്റൊന്നും ചെയ്യാനില്ലാതെ നാളെ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പറയുകയാണ്. അവിടെയാണ് അവ്വലു ഷഹീദത്തുൻ ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത്. ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയാണ്. അവർ വിശ്വസിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റൊരു കർമ്മവും ചെയ്യാൻ അവർക്ക് സമയം കിട്ടിയിരുന്നില്ല. പക്ഷേ അവരുടെ അഭയ കേന്ദ്രം എന്ന് പറയുന്നത് നാളെ സ്വർഗമാണ് എന്ന് അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അബൂജഹൽ അവിടെ മക്കയിലെ ബദർ യുദ്ധത്തിൽ, ബദർ രണാങ്കണത്തിൽ അബൂജഹല് കൊല്ലപ്പെട്ട സമയത്ത് അള്ളാഹുവിന്റെ റസൂല് അമ്മാർ റളിയല്ലാഹു അൻഹുവിനോട് സുമയ്യ ബീവിയുടെ പൊന്നോമന പുത്രനായ അമ്മാറിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വർത്തമാനമുണ്ട്. ഖത്തലല്ലാഹു, അല്ലാഹു കൊന്നിരിക്കുന്നു, അല്ലാഹു കൊന്നിരിക്കുന്നു ആരെ? ഖാത്തല ഉമ്മിഹി, നിന്റെ ഉമ്മയുടെ ഘാതകനെ, നിന്റെ ഉമ്മയെ കൊന്നയാളെ അല്ലാഹു കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുകയാണ്. ഒന്നാലോചിച്ച് നോക്കിയേ, എത്രമാത്രം മഹത്തരമാണ് അവർക്ക് അവിടെ കിട്ടാൻ പോയത്, എത്രമാത്രം മഹത്തരമാണ് അവർക്ക് ലഭ്യമായത്. ആ ഒരു വിശ്വാസത്തിന്റെ പേര് നമ്മൾക്കൊക്കെ അറിയാം. സൂറത്ത് യാസീനിലെ 13 മുതൽ 27 വരെയുള്ള വചനങ്ങൾ, ആ വചനങ്ങളിൽ വളരെ കൃത്യമായിട്ട് ആ ചരിത്രം, ആ ഒരു ഗ്രാമത്തിന്റെ ചരിത്രമാണ് അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അവിടെ പറയുന്നത് വളിരിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയത്തി ഇദ് ജാഅൽ മുർസലൂൻ എന്ന് പറയുന്നുണ്ട്. സൂറത്ത് യാസീൻ നമ്മൾ എപ്പോഴും ഓതുന്ന ആളുകളാണ്. അവിടെ വളരെ കൃത്യമായിട്ട് ഒരു ഗ്രാമത്തിലെ, ആ ഗ്രാമത്തിലെ ആളുകളെ ഉപമിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുന്നത്, അവിടെ ഒരു ഉപമയായിട്ട് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ഇത് ജാഅൽ മുർസലൂൻ, അവർക്കിടയിലേക്ക് രണ്ടാളുകളെ ദൂതന്മാരായിട്ട് ഞാൻ അയച്ചു, പ്രവാചകന്മാരായിട്ട് ഒരു ഗ്രാമത്തിലേക്ക് രണ്ടാളുകളെ ഞാൻ അയക്കുകയാണ്. ഇത് അർസൽനാ ഇലൈഹിം ഇസ്നൈനി, അങ്ങനെ രണ്ടാളുകളെ അയച്ചപ്പോൾ ഫകസ്സബൂഹും, അവരെ രണ്ടുപേരെയും അവർ കളവാക്കുകയാണ്. രണ്ട് പ്രവാചകന്മാരെ ഒരു ഗ്രാമത്തിലേക്ക് അയച്ചപ്പോൾ ആ രണ്ട് പ്രവാചകന്മാരെയും അവർ കളവാക്കുകയാണ് ചെയ്തത്. അപ്പൊ മൂന്നാമതൊരാളെ കൂടി ഇവരെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടി, ഇവർക്ക് സഹായത്തിന് വേണ്ടി മൂന്നാമതൊരാളെ കൂടി
പറഞ്ഞയക്കുകയാണ്. ഫഖാലു, എന്നിട്ട് അവർ പറഞ്ഞു, ഇന്നാ ഇലൈക്കും മുർസലൂൻ, ഞങ്ങൾ നിങ്ങൾക്കിടയിലേക്ക് വന്ന ദൂതന്മാരാണ് എന്ന് പറയുകയാണ് ചെയ്തത്. പക്ഷേ നമ്മൾക്കൊക്കെ അറിയാം, ലക്ഷോപലക്ഷം പ്രവാചകന്മാർ ഈ മണ്ണിലേക്ക് ആഗതരായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾക്കറിയാം. ലക്ഷക്കണക്കിന് പ്രവാചകന്മാരാണ് ഈ രാജ്യത്തേക്ക് കടന്നു വന്നത് എന്നുള്ളത് നമ്മൾക്കറിയാം. ആ പ്രവാചകന്മാരൊക്കെ വന്നപ്പോൾ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവിടുത്തെ ആളുകൾ എന്താണോ പറഞ്ഞത് അത് തന്നെയായിരുന്നു ഓരോ പ്രവാചകന്മാരോടും അവരുടെയൊക്കെ ജനത ആ പ്രവാചകന്മാരോടൊക്കെ പറഞ്ഞിരുന്നത്. അത് തന്നെയായിരുന്നു. ആ പ്രവാചകന്മാർക്കൊക്കെ തന്നെ അതിന്റെ പ്രലാത്ത പ്രത്യാഘാതങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു എന്നുള്ളത് നമ്മൾക്കറിയാം. അവർക്ക് വിശ്വസിപ്പിക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ നൂഹ് നബി അലൈഹിസ്സലാമയുടെ ഭാര്യ വിശ്വസിച്ചിരുന്നില്ല, മകൻ വിശ്വസിച്ചിരുന്നില്ല. അവർക്ക് കിട്ടാത്ത തൗഹീദാണ് നമ്മൾക്ക് കിട്ടിയത് എന്നാലോചിക്കണം. ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ഭാര്യ വിശ്വസിച്ചിരുന്നില്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ഭാര്യ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ആ സമൂഹം ഒക്കെ തന്നെ അവരോട് കയർത്തിരുന്നത്, അവരോട് എതിർത്തിരുന്നത്, അവരെ ഏതൊക്കെ രൂപത്തിൽ നശിപ്പിക്കാൻ കഴിയുമോ അതാണ് അവരൊക്കെ നോക്കിയിരുന്നത്. അതുപോലെ തന്നെ ഈ ജനതയും ഈ ഗ്രാമത്തിലെ നിവാസികളും അവരോട് പറഞ്ഞു, അർജുമന്നക്കും, ഞങ്ങൾ നിങ്ങളെ എറിഞ്ഞാട്ടും എന്ന് പറയുകയാണ്. ഈ 3 പേരും ഇവരോട് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടും ഞങ്ങൾ അല്ലാഹുവിന്റെ ദൂതരാണ് എന്ന് പറഞ്ഞിട്ടും അത് ഉൾക്കൊള്ളാതെ മറ്റുള്ള പ്രവാചകന്മാരോടൊക്കെ തന്നെ പറഞ്ഞതുപോലെ ഇവരോടും പറയുന്ന സമയത്താണ് അങ്ങ് ദൂരെ നിന്ന് ആ സ്ഥലത്തെ അവിടുന്ന് കുറെ ദൂരെ നിന്ന് ഒരു മനുഷ്യൻ ഇങ്ങനെ ഓടി വരികയാണ്. ആ പട്ടണത്തിന്റെ ഒരു കോണിൽ നിന്ന് ഒരു മനുഷ്യൻ ഇങ്ങനെ ഓടി വരികയാണ്. എന്നിട്ട് ആ ഓടി വന്നിട്ട് ആ മനുഷ്യൻ ഇവരോട് പറയുകയാണ്, ഈ പ്രവാചകന്മാരെ നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറയുകയാണ്. നിങ്ങൾ പിന്തുടരണം, നിങ്ങൾ അവരെ പിൻപറ്റണം. അൽ മുർസലീൻ, ഈ ദൂതന്മാരെ നിങ്ങൾ പിൻപറ്റണം. അവർ അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ്, അള്ളാഹുവിന്റെ ദൂതന്മാരാണ്, അവരെ നിങ്ങൾ പിൻപറ്റണം. ഞാൻ അവരിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. പക്ഷേ അയാൾ ആ ദൂരെ നിന്ന് ഓടി വന്നുകൊണ്ട് ഈ അള്ളാഹു നിയോഗിച്ച ദൂതന്മാരെ ഇവരെറിഞ്ഞാട്ടാനും അതുപോലെ തന്നെ ആക്ഷേപിക്കാനും തുടങ്ങിയപ്പോൾ ആ പട്ടണത്തിന്റെ ഒരു മൂലയിൽ നിന്ന് ഓടി വന്ന മനുഷ്യൻ നിങ്ങൾ ഇവരെ പിൻപറ്റണം എന്ന് പറയുമ്പോൾ ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ അദ്ദേഹത്തെയും അവർ കൊന്നു എന്നുള്ളതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ മനുഷ്യനെ അവർ കൊന്നു എന്നുള്ളതാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. അവിടെയാണ് പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്, അവരെ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുകയാണ്. കീല പറയപ്പെടുന്നത് ഇദ്ഖുലിൽ ജന്ന, ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്നുള്ളതാണ്. കാലയാലൈത കൗമി, ഞാൻ സ്വർഗത്തിലാണ് എന്ന് എന്റെ ജനത എങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ, അതെന്റെ ജനതയൊന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നവർ പറയുകയാണ്. അവർ ആശിക്കുകയാണ്, ഞാൻ ഈ വിശ്വസിച്ചു എന്ന് പറഞ്ഞതിന്റെ ഒറ്റ കാരണം കൊണ്ട് ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുന്നത് അത് എന്റെ ജനതയൊന്ന് അറിഞ്ഞിരുന്നു എങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. ബിമാ ഓഫറലി റബ്ബി, എന്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നിരിക്കുന്നു എന്നുള്ളതും, മിനൽ മുക്രമീൻ, എന്നെ ഏറ്റവും ശ്രേഷ്ഠനായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതും എന്റെ ജനതയൊന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഇദ്ദേഹം പറയുകയാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആലോചിക്കേണ്ടത്, ഈ വിശ്വാസം രൂഢമൂലമായി കഴിഞ്ഞാൽ മറ്റൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിമറിക്കാൻ കഴിയും എന്നുള്ളത് ഈ പ്രവാചകന്മാർ അവരുടെ ചര്യകളിലൂടെ നമ്മൾക്ക് തെളിയിച്ചു തന്നപ്പോൾ ഓരോന്നെടുത്തു നോക്കുമ്പോഴും നമ്മൾക്ക് കൃത്യമായിട്ടറിയാം. പട്ടിണി പാവങ്ങളായിരുന്ന ആളുകൾ 4 നേരം സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുവാനും അവരൊക്കെ വിരിച്ചു തന്ന വിരിപ്പിൽ വളരെ സുന്ദരമായിട്ട് കിടന്നുറങ്ങുന്നു എന്നൊഴിച്ച് നമ്മൾക്ക് എന്താ ഇസ്ലാമിന് വേണ്ടി നമ്മൾ സേവനം ചെയ്തത്? ഇസ്ലാമിന് വേണ്ടി നമ്മൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമ്മൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? അവരനുഭവിച്ച യാതനകളൊന്ന് ആലോചിച്ചു നോക്കിയേ. ഏത് പ്രവാചകന്മാരെ ചര്യയെടുത്ത് നോക്കുമ്പോഴും നൂഹ് നബി അലൈഹിസ്സലാമുണ്ടായ അനുഭവങ്ങൾ നമ്മൾക്കറിയാം. അവസാനം രക്ഷപ്പെടുന്നതിന് വേണ്ടി കപ്പലുണ്ടാക്കി, പ്രളയം വന്നപ്പോഴേക്കിനും കപ്പലുണ്ടാക്കി അതിൽ രക്ഷപ്പെടുകയും സ്വന്തം ഭാര്യയെയും മകനെയും രക്ഷപ്പെടുത്താൻ പോലും പറ്റാത്ത രൂപത്തിൽ അവർ അവിശ്വാസികളായി മാറുകയും ഒക്കെ ചെയ്ത ചരിത്രം നമ്മളുടെ മുമ്പിലുണ്ട്. നമ്മൾക്കറിയാം മൂസാ നബി അലൈഹിസ്സലാമയുടെ ചരിത്രം നമ്മളുടെ മുമ്പിലുണ്ട്. ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞ ഫിർഔനിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പെട്ട പാട് നമ്മൾക്കറിയാം. അല്ലാഹു തആല ചെങ്കടൽ പിളർത്തിക്കൊണ്ട് ആ ഫിർഔനിന്റെ പട്ടാളത്തിന്റെ മുമ്പിൽ നിന്ന്, സൈന്യത്തിന്റെ മുമ്പിൽ നിന്ന് ചെങ്കടൽ പിളർത്തി മൂസാ നബിയെ രക്ഷപ്പെടുത്തിയത് നമ്മൾക്കറിയാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രം നമ്മളുടെ മുമ്പിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആജർ എന്ന് പറയുന്ന തന്റെ പിതാവാണ് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തിയിരുന്ന ആള്.
ആ സ്വന്തം പിതാവ് പോലും സ്വന്തം മകനെ ആട്ടിയോടിച്ചപ്പോൾ രക്ഷയില്ലാതെ വന്ന കാലഘട്ടത്തെ കുറിച്ചറിയാം. അഗ്നിയിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മൾക്കറിയാം വിശദീകരിക്കാതെ. തിരിച്ച് നമ്മൾ അയ്യൂബ് നബി അലൈഹിസ്സലാം അനുഭവിച്ച പ്രയാസങ്ങൾ അറിയാം. തിരിച്ച് നമ്മൾ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരുമ്പോൾ ആ പ്രവാചകൻ അനുഭവിച്ച ത്യാഗങ്ങളെ കുറിച്ച് നമ്മൾക്കറിയാം. എന്താണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കിട്ടിയ ഒരു സുഖം എന്ന് പറയുന്നത്? നമ്മളൊക്കെ ജനിച്ചപ്പോൾ നമ്മളുടെ ഉപ്പയെ കണ്ടു. കൺകുളിർക്ക നമ്മൾക്ക് മരിച്ചാലും നമ്മൾക്ക് മതി വരില്ല എന്നുള്ളത് നമ്മൾക്കറിയാം. എന്നാലും കൺകുളിർക്ക നമ്മളുടെ മാതാക്കളെ നമ്മളൊക്കെ കണ്ടു. അള്ളാഹുവിന്റെ പ്രവാചകൻ ജനിക്കുന്നതിന് മുമ്പ് അവരുടെ പിതാവ് നഷ്ടപ്പെട്ടു. സ്വന്തം ഉപ്പയെ ഒരു നോക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. സ്വന്തം ഉമ്മ എന്ന് പറയുന്നത് 7 വയസ്സ് പ്രായമായപ്പോഴേക്കും ഉമ്മ മരിച്ചു പോവുകയാണ്. പിന്നെ വളർന്നത് എളാപ്പന്മാരുടെയും മൂത്താപ്പന്മാരുടെയും സംരക്ഷണത്തിലാണ്. ഖദീജ ബീവിയെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഒരല്പം സമാധാനവും സന്തോഷവും ഉണ്ടായത്. 40-ാമത്തെ വയസ്സെത്തിയപ്പോൾ നുബുവത്ത് കിട്ടി. ആ നുബുവത്ത് കിട്ടിയതോടുകൂടി ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കാൻ തുടങ്ങി, ആക്രമിക്കാൻ തുടങ്ങി. നടക്കുന്ന വഴിയിൽ കല്ലും മുള്ളും വിതറി, ഒട്ടകത്തിന്റെ ചീഞ്ഞു നാറിയ കുടൽമാലകൾ പെരടിയിൽ കൊണ്ടുപോയിട്ടു, ചതിക്കുഴിയുണ്ടാക്കി അതിൽ ചാടിച്ചു. ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് മക്കയിൽ നാട്ടി ഓടിക്കുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകരെ. ആ മക്കയിൽ നിന്ന്, നമ്മൾ ജനിച്ച മണ്ണിൽ നിന്ന്, ജനിച്ച നാട്ടിൽ നിന്ന്, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മണ്ണിൽ നിന്ന് പ്രവാചകനെ ആട്ടി ഓടിക്കുകയാണ് ഒരു പറ്റം ആളുകൾ. എന്നിട്ട് ആട്ടി ഓടിക്കുന്ന സമയത്ത് മക്കയെ നോക്കിയിട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് മക്കയിലേക്ക് നോക്കിയിട്ട് പറയാ, മക്കയെ നിന്നെ വിട്ടുപോകാൻ എനിക്ക് പ്രയാസമുണ്ട്, ഞാൻ ജനിച്ച മണ്ണിൽ നിന്ന് പോകാൻ എനിക്ക് പ്രയാസമുണ്ട്, പക്ഷെ പോയേ മതിയാവുകയുള്ളൂ, തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ട്, അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരൊപ്പിക്കൊണ്ട് മക്കയിൽ നിന്ന് യാത്ര പോവുകയാണ് പ്രവാചകൻ. അനുഭവിച്ച വേദനകൾ വിശദീകരിക്കാൻ നമ്മൾക്ക് സമയമില്ല. ഒപ്പമുണ്ടായിരുന്ന അനുയായികൾ അവരനുഭവിച്ചത് നമ്മൾക്കറിയാം. ബദർ രണാങ്കണത്തിൽ ഒരുമിച്ച് കൂടുന്ന സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വഫ് നിർത്തുകയാണ്. പാതിരാ നേരത്ത് സ്വഫൊക്കെ റെഡിയാക്കി നിർത്തുന്ന സമയത്ത് ഉമൈറ റളിയല്ലാഹു അൻഹു, ആ ഉമൈറ റളിയല്ലാഹു അൻഹു തന്റെ കാലൊന്നിങ്ങനെ ചുരുട്ടിപ്പിടിച്ച് വരിയിൽ ശരിക്ക് നിൽക്കാതെ ഒന്നങ്ങോട്ട് ബാക്കിലേക്ക് മാറി നിൽക്കുന്നത് കണ്ടപ്പം ആ വടി കൊണ്ടിങ്ങനെ ആ സ്വഫ് ശരിയാക്കി നിർത്തിയപ്പം ഉമൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയാ, അല്ലയോ ഉമൈറത്തെ, യുദ്ധം പൊട്ടിപ്പുറപ്പെടാറായി, ഒന്ന് ശരിക്ക് ഒന്ന് സ്റ്റേണായിട്ട് നിൽക്കണം എന്ന് പറയുകയാണ്. കണ്ണിലേക്ക് നോക്കിയിട്ട്, പ്രവാചകന്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് ആ കണ്ണിൽ നിന്ന് അടർന്നു വീണുകൊണ്ടിരിക്കുന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് ഉമൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്കുണ്ട്, അള്ളാഹുവിന്റെ റസൂലെ നേരാവണ്ണം നിൽക്കണം എന്നറിയാഞ്ഞിട്ടല്ല, നേർക്ക് നേരെ നിൽക്കണം എന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് എനിക്ക് കാല് നിലത്ത് വെച്ച് എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല റസൂലെ, എന്തെങ്കിലും ഒന്ന് കിട്ടിയെങ്കിൽ വിശപ്പടക്കാമായിരുന്നു എന്ന് പറയുകയാണ്. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് നേർക്ക് നിൽക്കാൻ കഴിയാത്ത ആളാണ് അപ്പുറത്തെ ശത്രു സൈന്യത്തെ അവിടെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഈ യുദ്ധത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്നത് എന്ന് ആലോചിക്കണം. അള്ളാഹുവിന്റെ റസൂലിന് സങ്കടമായി. അള്ളാഹുവിന്റെ റസൂൽ അപ്പ ആരോ കൊടുത്ത 4 ഈത്തപ്പഴം, ആരോ കൊടുത്ത 2 ഈത്തപ്പഴം കയ്യിലുണ്ടായിരുന്നു. അത് മുറിച്ചിട്ട് അതിന്റെ ചീള് ആ സഹാബിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുക. അപ്പോഴാണ് അള്ളാഹുവിന്റെ ആയത്തിറങ്ങുന്നത്, ഈ പട്ടിണി പാവങ്ങളായ, ഒന്ന് കയ്യിൽ പിടിക്കാൻ, ഊരിപ്പിടിക്കാൻ ഒരു വാള് പോലും ഇല്ലാത്ത, ആ വാളിന് ഒരു പിടിയില്ലാത്ത, അല്ലെങ്കിൽ ആ വാളിന് മൂർച്ചയില്ലാത്ത ഒരു വാളുമായിട്ട് ആ നിൽക്കുന്ന പട്ടിണി പാവങ്ങളായ ആളുകൾക്ക് ഈ യുദ്ധത്തിൽ ഷഹീദായവർക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് നേരാൻ വണ്ണം നിൽക്കാൻ കഴിയാത്ത ഉമൈറ റളിയല്ലാഹു അൻഹു ആ കയ്യിലുണ്ടായിരുന്ന ഈത്തപ്പഴത്തിന്റെ ആ ചീൾ റസൂലിന്റെ കയ്യിൽ കൊടുത്തിട്ട്, വേണ്ട റസൂലെ, എനിക്ക് സ്വർഗം മതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി ആ യുദ്ധത്തിൽ പിടഞ്ഞു വീണ് മരിക്കുകയാണ്. അവരനുഭവിച്ച ത്യാഗങ്ങൾ, അവരനുഭവിച്ച വേദനകൾ, അവിടെ നിന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മക്കയിൽ ഏറ്റവും മോശമായ രൂപത്തിൽ, നമ്മൾക്ക് പറയാൻ പോലും നാണക്കേടുണ്ടാക്കുന്ന രൂപത്തിലുള്ള ജീവിതം നയിച്ചിരുന്ന ഒരു പറ്റം ആളുകളെ ഞാൻ അവസാനിപ്പിക്കാം. അങ്ങനെയുള്ള ഒരു പറ്റം ആളുകളെയാണ് വിജ്ഞാനത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ കൊണ്ടുവരുന്നത്. കള്ളില്ലാതെ, പെണ്ണില്ലാതെ, യുദ്ധമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഒരു സമൂഹം, കള്ളിന്റെ വീപ്പകൾ, കള്ളിന്റെ തോൽപാത്രങ്ങൾ തോളിൽ തൂക്കിയിട്ട് 24 മണിക്കൂറും കുടിക്കുന്നതിന് വേണ്ടി, ലഹരി കെട്ടടങ്ങുമ്പോൾ വീണ്ടും കുടിക്കുന്നതിന് വേണ്ടി, നുകരുന്നതിന് വേണ്ടി തോളിൽ തൂക്കിയിട്ട് അരയിൽ കെട്ടിവെച്ച തോൽപാത്രങ്ങളുമായി സഞ്ചരിക്കുന്ന ആളുകൾ,
അതുപോലെ തന്നെ കള്ള് വിറ്റും അതിന്റെ ഏജൻസികളായിട്ടും ഹോൾസെയിൽ കച്ചവടം നടത്തുന്നവരും ഒക്കെ ഉള്ളിടത്താണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നത് കള്ള് കുടിച്ചുകൊണ്ട് നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരരുത് എന്ന്. വലാ തഖറബു സ്വലാത്ത വഅൻതും സുകാറ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ നവോത്ഥാനം ഉണ്ടാക്കിയത് നമ്മൾ ആലോചിക്കണം. വിശ്വാസത്തിലാണ് ആദ്യമായി നവോത്ഥാനം ഉണ്ടാക്കിയത്. പിന്നീടാണ് ആ വിശ്വാസത്തിന് ശേഷമാണ് കർമ്മങ്ങളിലൊക്കെ തന്നെ വല്ലാത്ത പുരോഗതി ഉണ്ടാക്കിയത്. എന്നിട്ട് പറയുകയാണ് വലാ തഖറബു സ്വലാത്ത വഅൻതും സുകാറ, നമസ്കാരത്തിലേക്ക് വരുമ്പോൾ കള്ളു കുടിച്ചുകൊണ്ട് വരരുത് എന്നുള്ളത്. പിന്നെ ചോദിക്കുകയാണ് അതിന്റെ ഉപകാരത്തെക്കാൾ കൂടുതൽ ഉപദ്രവമല്ലേ എന്നുള്ളത്. പിന്നീട് പറയുകയാണ് ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് വിരമിക്കാറായില്ലേ എന്നുള്ളത്. അപ്പോഴാണ് ആ കള്ളിന്റെ വീപ്പകളൊക്കെ തച്ചുടച്ചുകൊണ്ട് അവർ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് ഓടി വന്നത്, ഞങ്ങൾക്ക് അതിൽ നിന്നുള്ള ലാഭം വേണ്ട എന്നുള്ളത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് ഒരു പറ്റം ആളുകൾ കടന്നു വരിക. എന്നിട്ട് അവർ ചോദിക്കുക അല്ലാഹുവിന്റെ റസൂലിനോട്, അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങൾ താങ്കൾ ആവശ്യപ്പെട്ടപ്പോൾ താങ്കൾ അത് ബുദ്ധിമുട്ടുള്ളതാണ്, അതുകൊണ്ട് ഉപകാരമില്ല, ഉപദ്രവമാണ് കൂടുതൽ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തച്ചുടച്ച ഈ വീപ്പകളുണ്ടല്ലോ അതിൽ നിന്നൊഴുകിയ കള്ള് ഞങ്ങളുടെ ആ പ്രദേശത്ത് കൂടി പരന്നപ്പോൾ അവിടെ പുല്ല് മുളച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. വെള്ളം വരുമ്പം പുല്ല് മുളക്കുന്നത് പോലെ കള്ളൊഴുകിയപ്പോൾ പുല്ല് മുളച്ചിട്ടുണ്ട് പ്രവാചകരെ. ആ പുല്ല് തിന്ന ഞങ്ങളുടെ ഒട്ടകത്തിന്റെ പാല് ഞങ്ങൾക്ക് എടുക്കാൻ കഴിയോ എന്ന് ചോദിക്കുന്നതും അത്രയും അല്ലാഹുവിന്റെ പ്രവാചകൻ അവരിൽ മാറ്റമുണ്ടാക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവരിൽ മാറ്റമുണ്ടാക്കുകയാണ്. وَإِذَا بُشِّرَ أَحَدُهُم بِالْأُنثَىٰ ظَلَّ وَجْهُهُ مُسْوَدًّا وَهُوَ كَظِيمٌ يَتَوَارَىٰ مِنَ الْقَوْمِ مِنْ سُوءِ مَا بُشِّرَ بِهِ أَيُمْسِكُهُ عَلَىٰ هُونٍ أَمْ يَدُسُّهُ فِي التُّرَابِ أَلَا سَاءَ مَا يَحْكُمُونَ എന്ന് പഠിപ്പിക്കുക. നമ്മൾ പഠിച്ച വാക്കുകളാണ്, നമ്മൾ ഒരുപാട് കേട്ടതാണ്, വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ജനിച്ച പെൺകുട്ടികളെ കൊണ്ടുപോയി കുഴിച്ചു മൂടുന്ന ചരിത്രം, അവിടെയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ മാറ്റമുണ്ടാക്കിയത്. മകൾ, മാതാവ്, ഭാര്യ, സഹോദരി എന്നീ നിലക്ക് മാത്രമല്ല, ഈ സമൂഹത്തിൽ നിങ്ങൾക്ക് ഉന്നതമായ സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് എന്ന് പറയുകയാണ്. ഉമ്മയുടെ കാൽക്ക് കീഴിലാണ് സ്വർഗ്ഗം. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ ഭാര്യമാരോട് നന്നായി പെരുമാറുന്നവനാണ്. നിങ്ങൾ ആർക്കെങ്കിലും 3 പെൺകുട്ടികൾ ഉണ്ടായാൽ അവരെ സംസ്കാരം പഠിപ്പിച്ച് വിദ്യാഭ്യാസം കൊടുത്ത് അവർക്ക് ഭക്ഷണം കൊടുത്ത് പ്രായപൂർത്തിയാകുമ്പോൾ നല്ലൊരു പുരുഷന്റെ കയ്യിലേക്ക് അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കിതാ ഞാൻ സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞു. തീരെ പരിഗണിക്കാത്ത, ഒരു നിലക്കും പരിഗണിക്കാത്ത സ്ത്രീവർഗത്തിന് ആ പ്രവാചകന്റെ നവോത്ഥാനത്തിലൂടെ നവോത്ഥാന നായകനായി കടന്നു വന്ന പ്രവാചകൻ ആ സ്ത്രീകൾക്ക് ഉന്നമനം ഉണ്ടാക്കി കൊടുത്തത് നമ്മൾ ചരിത്രത്തിന്റെ ഭാഗമാണ്. നമ്മൾ എന്തിനെല്ലാം നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു, എന്തൊക്കെ നമ്മൾ പഠിക്കുന്നു. പക്ഷേ എന്നിട്ടും എന്തേ നമ്മൾക്ക് മാത്രം മാറ്റമുണ്ടാവാത്തത്? പരിശുദ്ധ ഖുർആനിന്റെ ഏതോ 2-3 പ്രാവശ്യം മലക്ക് ജിബ്രീൽ ഇറങ്ങിയപ്പോൾ അവരുടെ ഇടയിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടത്തിൽ വിശ്വസിക്കാൻ ആളുകൾ ഉണ്ടായി. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾക്കറിയാം. എത്രമാത്രം ഭീകരമായിട്ട്, എത്രമാത്രം ഭയത്തോടു കൂടിയായിരുന്നു ജനങ്ങൾ ഉമറിനെ നോക്കി കണ്ടിരുന്നത്. ആ ഉമർ ഊരിപ്പിടിച്ച വാളുമായിട്ട് ജനങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ, അങ്ങാടികളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആളുകളുടെ മുട്ട് വിറക്കുമായിരുന്നു, ആളുകൾ പേടിച്ച് വിറച്ചിരിക്കുമായിരുന്നു. ഉമറിനെ കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. ആ ഉമറാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ, അല്ലാഹുവിന്റെ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് തിരിച്ചു വരുന്നത്. കേവലം തന്റെ ബാപ്പന്റെ സഹോദരി, ആ സഹോദരിയുടെ ഒരു ആയത്തിന്റെ തുണ്ട് കിട്ടിയപ്പോൾ അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്, പട്ടാപ്പകൽ സ്വന്തം ഭാര്യയെയോ സ്വന്തം സഹോദരിയെയോ ഒട്ടകത്തിന്റെ പുറത്ത് വെച്ച് പട്ടാപ്പകൽ യാത്ര ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. സ്വന്തം ഭാര്യയെ ഒട്ടകപ്പുറത്ത് വെച്ച് പോകുന്ന സമയത്ത്, സ്വന്തം സഹോദരിയെ ഒട്ടകപ്പുറത്ത് വെച്ച് പോകുന്ന സമയത്ത് അതിനെ തടഞ്ഞു നിർത്തിയിട്ട് അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ മുഴുവനും കൊള്ളയടിക്കുകയും അവരുടെ പ്രിയപ്പെട്ട ഭാര്യയെ, അവരുടെ പ്രിയപ്പെട്ട സഹോദരിയെ സ്വന്തം ഭർത്താവിന്റെ സ്വന്തം ആങ്ങളമാരുടെ സ്വന്തം ഉപ്പമാരുടെ മുമ്പിൽ വെച്ച് അവരെ വലിച്ചിഴച്ച് കൊണ്ടുപോയി മ്ലേച്ഛമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത ഒരു സമൂഹത്തെയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത്. ഈ പരിശുദ്ധ ഖുർആനിന് ഒരു കേടും പറ്റാതെ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാനാണ് ഈ പരിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചത്, ലോകം അവസാനിക്കുന്നത് വരെ ഇതിനെ ഞാൻ സംരക്ഷിക്കും എന്ന് പറഞ്ഞ് വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാതെ നമ്മളുടെ മുമ്പിൽ ഈ പരിശുദ്ധ ഖുർആനിന്റെ പ്രതിയുണ്ട്. നമ്മളുടെ ഓരോരുത്തരുടെയും വീടുകളിൽ 4-5 മുസ്ഹഫിന്റെ പ്രതികളുണ്ട്, പിന്നെ കോപ്പികളുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചര്യ നമ്മളുടെ മുമ്പിലുണ്ട്.
അവർക്ക് കിട്ടാത്തതിനേക്കാൾ കൂടുതൽ നമ്മൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചര്യ, നബിയുടെ സുന്നത്ത് നമ്മൾക്ക് ലഭ്യമായിട്ടുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ കുറച്ചായത്തുകൾ കിട്ടിയപ്പോഴേക്കും അത് കിട്ടുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയ ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. ഈ പരിശുദ്ധ ഖുർആനിന്റെ 30 ജുസും നമ്മളുടെ കയ്യിലുണ്ടായിട്ട് എവിടെയാണ് നമ്മൾക്ക് മാറ്റം ഉണ്ടായത്? എവിടെയാണ് നമ്മൾക്ക് പരിവർത്തനം ഉണ്ടായത്? എവിടെയാണ് നമ്മൾക്ക് നവോത്ഥാനം ഉണ്ടായത്? ഇഖ്തറബലിന്നാസി ഹിസാബഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ എന്ന് പരിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കാം. ഇഖ്തറബലിന്നാസി ഹിസാബഹും, ജനങ്ങളുടെ വിചാരണ എന്ന് പറയുന്നത് ഏറ്റവും അടുത്താണ്. എന്നിട്ടും എന്തേ വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, അവരിപ്പോഴും അശ്രദ്ധയിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് ഞാൻ കേട്ട വാർത്ത, ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു കുട്ടി ഹനീഫ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അന്ന് റാസൽ ഖൈമയിൽ വെച്ച് മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ്. ഇന്ന് പുലർച്ചെ അറ്റാക്ക് ആയിട്ട് ഹനീഫ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇന്ന് മരണപ്പെട്ടു എന്നുള്ള വാർത്ത കേട്ടിട്ടാണ് ഞാൻ വരുന്നത്. ഓരോ ദിവസവും നമ്മളിലേക്ക് കടന്നു വരുന്ന വാർത്തകൾ നമ്മൾ ആശ്വാസം കണ്ടെത്താൻ പോലും കഴിയാത്ത രൂപത്തിൽ അപ്രതീക്ഷിതമായി നമ്മളുടെ നാട്ടിൽ ഉണ്ടാകുന്ന ആകസ്മികമായി ഉണ്ടാകുന്ന മരണങ്ങൾ, അപകട മരണങ്ങൾ, എന്തിനൊക്കെ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു. എന്താ നമ്മൾ കണ്ടത്? ചൂരൽമലയിലും മുണ്ടക്കയിലും നമ്മൾ കണ്ടത് അതിദാരുണമായ രൂപത്തിൽ കിടന്നുറങ്ങിയ ആളുകൾ, സ്വന്തം ഭർത്താവിനെ കെട്ടിപ്പിരിച്ച് സ്വന്തം മക്കൾക്ക് മുല കൊടുത്തുകൊണ്ട് കിടക്കുന്ന ഉമ്മയും മക്കളും ഉപ്പയും ഒക്കെ ഒരു ഉരുൾപൊട്ടൽ കൊണ്ട് ഒന്നിച്ചൊലിച്ചു പോയിരിക്കുക. ഒരു പ്രദേശമല്ല, 3 പ്രദേശങ്ങൾ, ഒരു മഹല്ല് മുഴുവനും ഒന്നിച്ചൊലിച്ചു പോയത് നമ്മളൊക്കെ വളരെ ബുദ്ധിമുട്ടോടുകൂടി സങ്കടത്തോടുകൂടി നോക്കി കണ്ട ആളുകളാ. മയ്യത്ത് പെറുക്കിയെടുക്കുന്നതിന്റെ ദൃശ്യം നമ്മൾ കണ്ടതാ. കൈ കിട്ടുന്നതും കാല് കിട്ടുന്നതും തല കിട്ടുന്നതും വയറ് കിട്ടുന്നതും ഒക്കെ ഞാനും നിങ്ങളും നോക്കി കണ്ടതാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ എന്തിനൊക്കെ നമ്മൾ സാക്ഷ്യം വഹിച്ചു. എന്നിട്ടും നമ്മൾ ഇവിടെ അശ്രദ്ധയിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. മാറണം. നമ്മൾ മാറ്റത്തിന് വിധേയമാക്കാൻ നമ്മൾ സ്വയം മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ അള്ളാഹു മാറ്റിത്തരില്ല എന്നുള്ളത് നമ്മൾക്കറിയാം. അതുകൊണ്ട് സ്വയം നാനും നിങ്ങളും ഒക്കെ മാറാൻ, മാറ്റം ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ശ്രമിക്കണം. നമ്മളുടെ കുടുംബങ്ങളിലെ അവസ്ഥ, ഉമ്മമാരായ സഹോദരിമാരായ നമ്മളാണ് നമ്മളുടെ കുടുംബത്തിൽ പരിവർത്തനം ഉണ്ടാക്കേണ്ടത്. നമ്മളുടെ കുടുംബത്തിൽ മാറ്റം ഉണ്ടാക്കേണ്ടത് നമ്മളാണ്. സ്വന്തം മക്കൾക്ക് ജന്മം നൽകിയതിന്റെ പേരിൽ ഇന്ന് സ്വന്തം ഉമ്മയുടെ ഘാതകനെ പിടിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കാം. കള്ളു കുടിച്ച് ലക്ക് കെട്ടി ലഹരിക്ക് അഡിക്റ്റ് ആയിട്ട് നമ്മളുടെ കൂടെ ഇരിക്കുന്ന, ഒപ്പം പഠിക്കുന്ന കുട്ടികളെ നമ്മൾക്കൊക്കെ അറിയാം. സ്കൂളിലേക്ക് പോകുമ്പോൾ സഹപാഠിയായിട്ടല്ല നമ്മൾ കണ്ടിരുന്നത്, കൂടപ്പിറപ്പുകളായിട്ട് നമ്മളുടെ കൂട്ടുകാരെ കാണുമ്പോൾ. ഞാൻ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ച തോമസ് മാഷും എന്നെ പഠിപ്പിച്ച കുമാരൻ മാഷും ഒക്കെ കണക്ക് തെറ്റിച്ചതിന്റെ പേരിൽ കൈ നീട്ടാൻ പറയുമ്പോൾ കൈ നീട്ടി കാണിക്കുമ്പോൾ ആ തോമസ് മാഷ കയ്യിലുള്ള ആ ചൂരൽ ആഞ്ഞു വീശുമ്പോ പേടിയോടുകൂടി കണ്ണടച്ച് കൈ നീട്ടിക്കൊടുക്കും. ഇപ്പുറത്ത് നിൽക്കുന്ന ചെക്കീനയും അതിന്റെ അപ്പുറത്തിരിക്കുന്ന ജമീലയും ഒക്കെ അവരുടെ കണ്ണിൽ നിന്നറിയാതെ കണ്ണുനീര് അടർന്നു വീഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒപ്പം ഇരിക്കുന്ന കുട്ടികൾക്ക് സ്ലേറ്റ് പെൻസിൽ ഇല്ലെങ്കിൽ മുറിച്ചു കൊടുക്കാറുണ്ട് നമ്മൾ. കടലാസ് പെൻസിൽ ഇല്ലെങ്കിൽ ഇന്നത്തെ യുവതലമുറക്ക് അറിയാത്ത വസ്തുത, പെൻസിൽ ഇല്ലെങ്കിൽ ഒരു കഷ്ണം മുറിച്ചു കൊടുക്കും. കടലാസ് പെൻസിൽ ഇല്ലെങ്കിൽ അതിന്മേൽ ഒരു കഷ്ണം മുറിച്ചു കൊടുത്തിട്ട് കയ്യിലുള്ള ബ്ലേഡ് കൊണ്ട് കൂർപ്പിച്ചു കൊടുക്കും. മായ്ക്ക റബ്ബർ ഇല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഒരു കഷ്ണം കൊണ്ട് മായ്ച്ചു കൊടുക്കും. ഒപ്പം നമ്മൾ അവരെ ഇരുത്തിയിരുന്നു, കൂടെ കൂട്ടിയിരുന്നു. ഇന്ന് നമ്മൾ നിപ്പയെ പേടിച്ച്, കൊറോണയെ പേടിച്ച്, മാങ്ങ പഴുത്ത് വീഴുന്ന സമയത്ത് കാക്ക കൊത്തിയിട്ടില്ലെങ്കിലും നിലത്ത് വീണ മാങ്ങ എടുക്കണ്ട എന്ന് നമ്മൾ പറയും. സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് റോട്ടിൽ മുറ്റത്ത് വീണ് കിടക്കുന്ന, സ്കൂളിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ തൊട്ടടുത്തുള്ള ആളുകളുടെ വീട്ടിന്റെ മുറ്റത്ത് വീണ് കിടക്കുന്ന മാങ്ങ വെറുക്കിയിട്ട് അത് കഴുകുക കൂടി ചെയ്യാതെ, ഒന്ന് കഴുകാൻ വെള്ളം പോലും എടുക്കാൻ നമ്മൾ സമയം കണ്ടെത്താതെ ആ മാങ്ങ കടിച്ച് അതിന്റെ ബാക്കി ഐഷാക്കും അതിന്റെ ബാക്കി ഷിഫാക്കും കൊടുത്ത് ആരൊക്കെ അവിടെയുണ്ടോ അവരൊക്കെ അതിൽ നിന്ന് ഓരോ പീസ് കടിച്ചെടുത്ത് എന്നിട്ട് അത് തീർത്തിട്ട് നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നൊന്നും നമ്മൾക്ക് തമ്മിൽ വൈരാഗ്യമോ തമ്മിൽ വെറുപ്പോ നമ്മൾക്ക് ഉണ്ടായിരുന്നില്ല. മാനസികമായ ഒരു അടുപ്പം നമ്മൾ ഉണ്ടായിരുന്നു. വൈകുന്നേരത്ത് നമ്മളുടെ കുട്ടികൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ വീട്ടിലെ 10 വീട്ടിലെ സഹോദരിമാർ ഒന്നിച്ചു നിന്ന് വർത്തമാനം പറഞ്ഞ് കളിച്ച് ചിരിച്ച് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ വീട്ടിന്റെ അകത്തേക്ക് പോകുന്നതിന്റെ മുമ്പ് നമ്മൾ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ നമ്മളുടെ കുട്ടികൾ കളിക്കുമ്പോൾ അവര് തല്ലുകൂടുമ്പോൾ എന്തിനാ തല്ലുകൂടുന്നത് എന്ന് നമ്മൾ ചോദിക്കാറില്ല. അവരെ ഒന്ന് ആ തല്ലുകൂടുന്നതിൽ നിന്ന് അവരെ ഒന്ന് നമ്മൾ മോചിപ്പിക്കാറില്ല. അത് അവര് കൂടും, അവര് പിരിയും. ഒരു രാത്രി കൊണ്ട് അവരത് മറക്കും.
നേരം വെളുക്കുമ്പോൾ മദ്രസയിലേക്ക് വിളിക്കാൻ പോകാൻ വരുന്നത് ആ മുഹമ്മദും ആ റസാഖും ആ മുസ്തഫയും ഒക്കെയാണ് മദ്രസയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വരിക. അവർക്കതൊരു വൈരാഗ്യമായിരുന്നില്ല. ആ കൂട്ടത്തിലെ നമ്മളുടെ പ്രിയപ്പെട്ട മക്കളാണ് ഇന്ന് സ്വന്തം കൂടപ്പിറപ്പുകളായി ഒപ്പം ഇരുന്ന് പഠിക്കുന്ന കുട്ടികളെ നെഞ്ചക്കുപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിയെങ്കിൽ നമ്മൾ ഇനി എവിടേക്കാണ് പുരോഗതി പറയുക? എവിടെയാണ് നമ്മൾക്ക് നവോത്ഥാനത്തെ കുറിച്ച് സംസാരിക്കാൻ കഴിയുക? എനിക്കൊന്ന് മാത്രമാണ് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. തറക്തു ഫീക്കും അംറൈനി ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവസാന നിമിഷത്തിൽ നമ്മളെ പഠിപ്പിച്ചതാ. രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ വിട്ടേച്ചു പോകുന്നു. ഒന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനും മറ്റൊന്ന് എന്റെ ചര്യയും. ഇത് രണ്ടും മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന കാലത്തോളം വഴിവീഴ്ച പോവുകയില്ല എന്ന് നമ്മളെ പഠിപ്പിച്ച പ്രവാചകൻ. ആ ഖുർആനാണ് പരിഹാരം. അതുപോലെ തന്നെ ഇസ്ലാമാണ് നമ്മൾക്കുള്ള പരിഹാരം. മാനവികത മുറുകെ പിടിച്ചുകൊണ്ട് ഈ ധാർമ്മികതയിലൂന്നിയ ജീവിതം നയിച്ചുകൊണ്ട് അധാർമികതയിലേക്ക് കൂപ്പുകുത്തി വീഴുന്ന അബദ്ധസഞ്ചാരം നടത്തുന്ന ആളുകളെ കണ്ടറിയുകയും അതുപോലെ തന്നെ ധാർമ്മികതയിലൂന്നിയ ആ ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും ഇസ്ലാമിനെ മുറുകെ പിടിക്കുവാനും അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും നെഞ്ചോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾക്കേവർക്കും കഴിയട്ടെ. അതായിരിക്കട്ടെ നമ്മളുടെ ഈ ഒത്തുചേരലിന്റെ സന്ദേശം എന്ന് നിങ്ങളോട് ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.